നടന്ന് വരുമ്പോൾ ഇതാട്ടോ അവസ്ഥ. വളരെ വിജനമായിട്ടൊരു പാതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ കുറച്ച് നടന്നു പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ വണ്ടി പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളൊരു കൊടും കാട്ടിക്കൂടെയാണ് നടന്നു പോകുന്നത്. പുൽമേടും എടാ, ഇതിനൊക്കെ കോപ്പിറൈറ്റ് അടിച്ചാൽ വിഷ്ണു നീ സമാധാനം പറഞ്ഞു കേട്ടോ. അടിക്കൂല വിഷ്ണു അതിനുള്ള കഴിവില്ലല്ലേ? സുഹൃത്തുക്കളെ, ഇവിടുത്തെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഇവിടെ വേസ്റ്റ് എല്ലാം കൊണ്ട് തട്ടിയേക്കുവാണ് കുപ്പിയുടെ ഇതും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും ആവരുത്. വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, പക്ഷെ നമ്മളിത് തീർച്ചയായിട്ടും നമ്മളിത് തിരിച്ചു കൊണ്ടുപോയി ഡസ്റ്റ്ബിൻ ഇടുന്നതായിരിക്കും അല്ലേ വിഷ്ണു? ഡോണ്ട് ബി ലൈക്ക് ശ്രീരാജ്. ഈ വേസ്റ്റ് ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് രാവിലെ വേറൊരു സംഭവം ഉണ്ടായി, അതൊന്ന് പറയൂ. വിഷ്ണുവിൻ്റെ ഒരു പഴത്തൊലി ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ കയറിയപ്പോൾ വിഷ്ണു പറഞ്ഞു ഈ പഴത്തൊലി ഇവിടെ കളയാന്ന് പറഞ്ഞ് വിഷ്ണു അതിങ്ങനെ ഡസ്റ്റ്ബിൻ അന്വേഷിച്ച് നടന്നു. എന്നിട്ട് അവിടെ കടയിലെ തൊട്ടപ്പുറത്തെ കടയിൽ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഈ പഴത്തൊലി ഡസ്റ്റ്ബിൻ. പുള്ളി പറഞ്ഞു ഇങ്ങനെ മോനെ. എന്നിട്ട് പുള്ളി ഒറ്റ ഏരിയയിൽ റോഡിലോട്ട് ഇതിനായിരുന്നു നമ്മളറിയൂലേ. നമ്മൾ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം പുള്ളി തീരെ സിവിക് സെൻസ് ഇല്ലാതെ പുള്ളി അതെടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. നമ്മളൊരിക്കലും അങ്ങനെ ആയിരുന്നു. നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊരു റെസ്പോൺസിബിൾ ട്രാവലർ ആവണം, റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിരിക്കണം. നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രെക്കിങ് ഭയങ്കര പാടായിരിക്കും, വഴി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴേ പറഞ്ഞായിരുന്നു വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ആൾക്കാർ പോകുന്ന സ്ഥലമല്ലേ. ഇവിടെ ഒരുപാട് വഴികളുണ്ട്, നമ്മൾ നേരെയുള്ള വഴി മാത്രം പോകുന്നതുകൊണ്ട് നേരെ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ, മാപ്പായിട്ട് വിഷ്ണു ഉണ്ട്, പക്ഷേ വഴി അറിയത്തുള്ളൂ, പേര് മാത്രമുള്ള മാപ്പല്ലോ. വിഷ്ണു മാപ്പ്. നമ്മൾ ഏകദേശം നടന്ന് എത്താറായെന്ന് തോന്നുന്നു. എത്തിയോ? 100 കിലോമീറ്റർ പറഞ്ഞു, എത്തിയോന്ന് അറിയില്ല. അവിടെ ഒരു ബോർഡ് കാണാൻ ദൂരെ. അവിടെ കുറച്ച് അതെ, ഇവിടെ മറ്റേ കുറച്ച് ജീപ്പും 2 വീലേഴ്സ് എല്ലാം പണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഗൈസ്, ദേ ഇവിടെ ജീപ്സ് അവൈലബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ കഫേ പാർക്കിംഗ് പെർ പേഴ്സൺ 150 രൂപ. അയ്യോ, A2 ബട്ടർഫ്ലൈ ബീച്ച്. ഇവിടെ എന്തൊക്കെയോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കഫേയും സെറ്റപ്പൊക്കെയാണ്. കഫേയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു പേ ആൻഡ് യൂസ് വാഷ്റൂം കാണാം, ഒരു 3-4 എണ്ണം വെച്ച് കാണാം. അപ്പം അതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്കൊരു എസ്തെറ്റിക് കഫേ വരുന്നത്. ഇവിടെ ഒരു കഫേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കഫേയും സൈഡിൽ വാഷ്റൂമും കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ടെറേനായിട്ട് കുറച്ചുകൂടെ നാരോ ആയിട്ടുള്ള പാത ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനത്തെ ഒരു വഴി പിടിക്കണം, കുറച്ചുകൂടെ ചെറുതായി വഴി, ബീച്ചിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇച്ചിരി വഴുക്കലുള്ള സ്ഥലമാണ് കേട്ടോ. ഞാനൊന്ന് ഇപ്പം ചെന്നൈ വേണ്ടിയായിരുന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. നല്ല രീതിയിൽ വഴുക്കലുണ്ട്. പിന്നെ ഭയങ്കര നാരോ വഴിയായിട്ട് മാറി. നമ്മൾ ഇത്ര നേരം വന്ന വഴി പോലല്ല. നമ്മൾ ഏകദേശം നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു. ചെറിയ വെള്ളച്ചാട്ടം സൗണ്ട് കേൾക്കാതെ. അവിടെയൊക്കെയോ എന്തോ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്ന പോലെ ഉണ്ട്, അതുണ്ടോ ഗൈസ്. ബീച്ചിലെത്തിയിരിക്കുകയാണ് നമ്മൾ അവസാനം. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ബീച്ച്. അപ്പോൾ വെൽക്കം ടു ബട്ടർഫ്ലൈ ബീച്ച്. അതെ, സ്ട്രോങ് കറന്റ്, സ്വിമ്മിംഗ് ഈസ് പ്രൊഹിബിറ്റഡ്. ഇതാണ് ബട്ടർഫ്ലൈ ബീച്ച് അല്ലേ? ഒരു ചെറിയ ബീച്ച്. ഇവിടെ ഒരു ലൈൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡോൺ ക്രോസ് ദിസ് ലൈൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ചുറ്റി വേണം അപ്പുറത്ത് ചെല്ലാൻ. ഓഹോ, ബട്ടർഫ്ലൈ ബീച്ച് വില്ലേജ് പഞ്ചായത്ത് അഗോണ്ട. ഇതിന്റെ ക്യാപ്ഷൻ, ദിസ് ബീച്ച് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് സാൻഡ്. പിന്നെ ഇവിടെ ഉള്ളത് ഇതാണ്, ഈ സാധനം കണ്ടോ? ഇത് സാൻഡ് അല്ലേ? ഇത് സാൻഡ് അല്ല, ഇത് മറ്റേ കക്കാടൊക്കെ തോടില്ല, അതിങ്ങനെ പൊടിഞ്ഞുണ്ടായിരിക്കുന്ന സാധനമായത്. ഇത് മണ്ണല്ലത്. ശ്രീരാജ് പറയുന്ന ഈ ബീച്ച് സാൻഡ് കൊണ്ട് ഉണ്ടാക്കിയതല്ലെന്ന്. അതെ, ഇത് നോക്കി കണ്ടാൽ ഇത് മണ്ണല്ല. ഇത് മണ്ണല്ല, ഇത് മണല. എന്നാ മണലല്ല, ഇത് ഷെല്ലാണ്. ഷെല്ല് പൊടിഞ്ഞുണ്ടായതാണ്. അപ്പോൾ ഇത് കാണുന്നതാണ് ബട്ടർഫ്ലൈ ബീച്ച്. ഇതിന് ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം. പിന്നെ ഇതെൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ബക്കറ്റാണെന്നേ ഉള്ളൂ. ഞാൻ പണ്ട് പോലെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ബട്ടർഫ്ലൈ ബീച്ച്. അതുപോലെ നമ്മുടെ കോളേജിലെ ഓട്ടോമൊബൈലിലെ പിള്ളേർ ഇവിടെ വന്നപ്പം അവർ സ്റ്റോറി ഇട്ടു. ഞാൻ ഗോവയിൽ 2-3 വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അപ്പം ബട്ടർഫ്ലൈ ബീച്ച് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ എന്നാലും വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം ഉണ്ടല്ലേ? ചെറിയൊരു വ്യത്യാസമില്ലേ? എനിക്കൊരു സാധാരണ വെള്ളം പോലെ തന്നെ തോന്നുള്ളൂ. ഇടുത്തിക്കിൻ്റെ ആയിരിക്കും. നല്ല ആഴമുണ്ട്. പിന്നെ ഇവിടെ സ്വിം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വളരെ ചെറിയൊരു ബീച്ചാണ്. ഇത്രയും ചെറിയൊരു ബീച്ച് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ പൊതുവെ ശ്രീരാടിനൊക്കെ നേരത്തെ വന്നതെന്ന് വെച്ചാൽ ഫെറി, അവിടുന്ന് ആ സൈഡിൽ നിന്ന് ഫെറി കയറിയാണ് വരുന്നത്. പക്ഷെ നമുക്കിതൊരു വെറൈറ്റി ഒരു അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ചൂണ്ടിടാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് കാണിച്ച്
ഇത് ഈ ചേട്ടനൊക്കെ എന്തോ ഇര കോർക്കുക. ഞണ്ടിനെ കോർക്കുക. ഞണ്ടായിരുന്നു ഞണ്ട്. ചേട്ടൻ ഞണ്ടിനെയാന്ന് തോന്നുന്നു ചൂണ്ടേ കോർക്കുന്നത്. അല്ല ഞണ്ടിനെ കിട്ടിയതാ. ചൂണ്ടയിടുന്ന ചേട്ടന് അടുത്ത സെറ്റ് മീനും കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ മീനെല്ലാം പുള്ളി കവറിലാക്കി വെച്ചേക്കും, ബാഗിനകത്ത് അടക്കി വെച്ചേക്കും മീൻ. ചാടിക്കലും കണ്ടില്ല. ഇവിടെ പൊതുവേ തിരക്ക് കുറവാണെങ്കിലും ഇവിടം വരെ വെള്ളം വന്നു. അയ്യോ ചേട്ടാ മീൻ പറന്നു പോന്നു. ഇവിടെ പൊതുവെ തിരക്ക് കുറവുള്ള ആൾക്കാർ കുറേ പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കുറേ സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സൈഡിൽ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ നടക്കാം. ഒരു 1/4-3 മണിക്കൂർ നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് നടക്കുകയാണ്. ഇനി 2.5 കിലോമീറ്റർ ബാക്ക് നടന്ന് നമുക്ക് ബാഗ് എടുത്ത് നേരെ നമുക്ക് പോകാം. എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് പ്ലാൻ? മഡ്ഗാവിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത വ്ലോഗിലേക്ക് കാണാം. ടാറ്റാ.